അനന്ത അനന്ത ഇങ്ങനെ നോക്കൂത്തിയെ പോലെ ഇവിടെ ഇരുന്നോ. അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഇന്നത്തെ ടോപ്പിക് ഫ്രോഡ് ആപ്പ്, ഫ്രണ്ട് ആപ്പ്. ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ 2025 കഴിഞ്ഞ് 2026 എത്തും. വൈബ് വിത്ത് രവീണ, മൈ വേ ബൈ കല്യാണി, ഉണ്ണിവാവ വ്ളോഗ്, അർച്ചന ദേവ്, ഇറ്റ്സ് മീ വിജിത, അൺബോക്സിംഗ് ഡ്യൂഡ് പെങ്ങളാണെന്നാണ് തോന്നുന്നത്, തേജ തങ്കു, ചട്ടം പീസ്, ബബിത എന്ന് പറയുന്ന യൂട്യൂബർ. നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന പേരുകളാണ്. ഒരാള് അത് തിരുത്തി, അവർക്ക് പറ്റിയ തെറ്റ് തിരുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പ്രേക്ഷകരുടെയും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്ത ആളുകളുടെയും വിജയമാണെന്ന്. ആ ഒരു വീഡിയോയില് ആ ഒരു ലേഡി വളരെ ജെന്യുവൻ ആയിട്ടായിരുന്നു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ആൾക്കാരുടെ ഇടയിൽ കുറച്ച് ഈ ഒരു ആപ്പിന് ഒരു നെഗറ്റീവ് ഇമേജ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്പ് ഞാൻ ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചൊളയും പോയി രൂപയും പോയി, കുരു മാത്രം പോയിട്ടില്ല. ഈ ബോധം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന പല നാറികൾക്കും ഇല്ല എന്നുള്ളതാണ്. ഉപയോഗിച്ചാൽ മതി, എന്റെ അടുത്ത് ആപ്പ് വേണ്ട. സബ്സ്ക്രൈബേഴ്സിനെ മൂഞ്ചിച്ചു എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ ഈ ഓൺലൈൻ പിമ്പിംഗ് പരിപാടി നടത്തുന്ന സോകാൾഡ് ഇൻഫ്ലുവൻസേഴ്സ് വിളിക്കാൻ പോലും ഈ നാറികളെ പറ്റുന്നില്ല. ഇവർക്കുള്ളൂ ഒരു പാപ്പിച്ചായൻ. പാപ്പിച്ചാനോ? എവിടുത്തെ പാപ്പിച്ചാനോ? വിവരവും വിദ്യാഭ്യാസമില്ലാത്തൊരു പോങ്ങൻ. ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്ത് എല്ലാവരും ഇതുപോലെ വന്ന് സംസാരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ നീയൊക്കെ വെറും ക്രെഡിബിലിറ്റി ഇല്ലാത്ത പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് തൊട്ടിത്തരം കാണിക്കുന്ന ആളുകളാണെന്ന് നിന്റെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് തന്നെ വിചാരിക്കും. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? ഈ പറഞ്ഞ അപർണ ഷാജിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ സ്റ്റിൽ ആ ഫ്രണ്ട് ആപ്പിന്റെ ലിങ്കും വീഡിയോ ഒക്കെ അവരുടെ പ്രൊഫൈലിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. സെയിം ടാങ്കോ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കാണുന്നത്? ടാങ്കോ എടുത്ത് എന്ത് കാണും? അത് തന്നെ ടാങ്കോ വണ്ടി വരല്ല, ഈ ജാസ്മിനും എല്ലാവരും കൂടെ പ്രൊമോട്ട് ചെയ്തല്ലേ, അതിന്റെ വേറെ ഇത് തന്നെ. പെങ്ങളൊക്കെ TSD തന്നെ തുക തരുമോ അളിയ? നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. അത് തന്നെ ഇതിന്റെ അകത്ത് കിടക്കുന്നത്. ഇതിന്റെ അകത്ത് ടാങ്കോയിൽ പിന്നെ വേറെ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് പോകത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ കയറി ഇരിക്കാൻ സംസാരിച്ച് തുടങ്ങാൻ നേരത്തെ ഓട്ടോമാറ്റിക് ഇതിന് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുക്കാതെ തന്നെ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ സ്മഗ്ലിംഗ്. മറ്റിനകത്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. നീ ഇത്തരക്കാരനാന്ന് വിചാരിച്ചിട്ടാ. ഉപദ്രവിക്കരുത്. ഇതിന്റെ വില വിവര പട്ടിക ഞാനൊന്ന് കാണിക്കാൻ കഴിയും. 25 രൂപ ഉണ്ട്. 25 രൂപയ്ക്ക് 40 കോയിൻ, 49 രൂപയ്ക്ക് 90 കോയിൻ, അങ്ങനെ നമുക്ക് 9999 രൂപയ്ക്ക് വരെ കോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്, കോയിൻ മേടിക്കാൻ പറ്റുന്നതാണ്. 33,000 കോയിനാണ് അന്തരം കിട്ടുന്നത്. ഇത് നമ്മൾ വിളിക്കുന്നതനുസരിച്ചിട്ട് കോയിൻ കുറഞ്ഞു പോകും. ഈ പൂക്കൂടയും കൊണ്ട് എന്റെ കൺവെട്ടത്തെങ്ങാനും വന്നാലുണ്ടല്ലോ ഒരു തള്ളൻ തേങ്ങാപ്പുരി. ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൊച്ച് മെസ്സേജ് അയക്കുകയുണ്ടായി. ഇത് യൂസ് ചെയ്യുന്ന ഒരു കൊച്ചാണ് മെസ്സേജ് അയച്ചത്. പുള്ളിക്കാരത്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിക്കാവേ. ബ്രോ, എല്ലാരും പറയുന്നു അതിൽ സ്റ്റുഡന്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്, ബട്ട് അങ്ങനല്ല. മാരേജ് കഴിഞ്ഞ ആന്റിമാരാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. 30 മിനിറ്റ് വീഡിയോ കോളിന് 500 തൊട്ട് 1000 വരെയാണ് മേടിക്കുന്നത്. തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാമെന്നില്ല. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോണം.